ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ് പാൽക്കോവ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് നെയ്യിട്ടിട്ട് അതിൽ 1/2 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് ഈ മൈദ ഒന്ന് നന്നായിട്ട് വറുത്ത് വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഈ നെയ്യിൽ കിടന്ന് തന്നെ ഇതൊന്ന് പാകമാകും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ലൂസായിട്ട് വരും. ഇതുപോലെ നല്ല ലൂസായിട്ട് വരും. ഈ ഒരു പരുവമായി കഴിയുമ്പോഴേക്കും 7-8 മിനിറ്റ് ഇതുപോലെ വഴറ്റിയാൽ മതി. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി പഞ്ചസാരയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെത്തണം. ഇനി ഇതിലേക്ക് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു നെയ്യൊക്കെ തടവിയ പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊട്ടണം. ഇതുപോലെ കൊട്ടുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നോളും. ഇനി നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് പാൽക്കോവ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.